മൈ ലൈഫ് ചെയ്യുന്നതിൻ്റെ ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്ന ഒരു ലോങ് വീഡിയോ ചെയ്യണമെന്നുള്ളൂ. ഇന്ന് എനിക്ക് ഓഫ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് യാതൊരുവിധ തിരക്കുകളോ ധൃതികളോ വെപ്രാളങ്ങളോ ഒന്നുമില്ലാത്ത ഒരു സ്ലോ ഡേ ആണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ എണീക്കുന്നതും വളരെ ലേറ്റായിട്ടാണ്. ഓഫ് ഡേ മാത്രമല്ല നമുക്ക് കുറച്ച് നേരം കിടന്ന് ഉറങ്ങാൻ പറ്റത്തുള്ളൂ രാവിലെ. പിന്നെ നമ്മൾ രാവിലത്തെ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം അമ്മ ഇന്ന് കപ്പയായിരുന്നു ഉണ്ടാക്കിയത് കേട്ടോ. കപ്പയും മുളകുടച്ചതുമായിരുന്നു രാവിലെ കാപ്പിക്കുണ്ടാക്കിയത്. നമ്മുടെ വീട്ടിൽ പൊതുവേ സൺഡേ സാറ്റർഡേ മാത്രമാണ് ഈ കപ്പ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. എങ്കിലല്ലേ രാവിലെ നമുക്ക് കുറച്ച് നേരം ഇരുന്ന് സ്വസ്ഥമായിട്ടൊന്ന് കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഈ ആൾ കപ്പ ചീനി അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കത്തില്ല. പുള്ളി നൂഡിൽസ് ആണെന്ന് കരുതിയിട്ടാണ് ഇപ്പം ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സെയിം ഉപ്പുമാ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളി അത് കഴിക്കുന്ന ഇടയിലാണ് ഞാനും അമ്മയും കൂടെ രാവിലെ കാപ്പി കുടിക്കാനൊക്കെ ഇരുന്നിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ട് ഭയങ്കര മഴ, എന്തെന്നില്ലാത്ത മഴയായിരുന്നു ഇന്നത്തെ ദിവസം. ഇന്നത്തെ ദിവസം സത്യം പറയാൻ ഞാൻ ഈ ഡേ മൈ ലൈഫ് എടുക്കുന്നുണ്ടാണെന്നൊന്നും അറിയത്തില്ല. രാവിലെ മുതൽ മഴയാണ്. മഴയ്ക്കാണ് ഒരു കുറവും വന്നിട്ടില്ല. വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ മഴയുടെ കണ്ടാൽ മതി ഞങ്ങളുടെ ഇവിടെയുള്ള കറണ്ടാണെങ്കിൽ പോവും. പിന്നെ ഈ ഒരു സമയത്തേ കറണ്ടിനെ നോക്കേണ്ട കാര്യമില്ല. ഇനി എപ്പോഴേലും നോക്കിയാൽ മതി, ഇനി ഫുൾ ഇരുട്ടായിരിക്കും. അങ്ങനെ ഞങ്ങൾ എന്തായാലും കറണ്ട് ഇല്ലല്ലോ, അപ്പോൾ കുറച്ച് നേരം കാര്യം പറയാതെ ഇത് ഞാനും ദക്ഷിണ കൂടെ പുറത്തിരുന്ന് മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് കാര്യം പറയുവാണേ. അങ്ങനെ ഞാൻ കരുതി ഇനിയിപ്പം നമ്മുടെ ബാക്കിയുള്ള ജോലികളൊക്കെ കണക്കാം, കാരണം കറണ്ട് വരുന്ന ലക്ഷണം ഒന്നും കാണുന്നില്ല. അങ്ങനെ ഞാൻ രാവിലെ തൂക്കാനൊക്കെ കയറിയതാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ആളെത്തിയിട്ടുണ്ട് തൂക്കാനായിട്ട്. നമ്മൾ എന്തെടുക്കുന്നോ ആ സാധനം അവന് വേണം. ആ സാധനം പിന്നെ അവനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പുള്ളിയാണ് ഇവിടുത്തെ മെയിൻ കോൺട്രാക്ടർ. നമ്മൾ മറ്റേ സ്റ്റെപ്പിനായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അതാണിപ്പോൾ ഇവിടെ നടക്കുന്നത്. അതും ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കണ്ടില്ലേ, ഇങ്ങനത്തെയുള്ള വലിയ വലിയ കാര്യങ്ങൾ മാത്രമേ കുട്ടിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കുട്ടി ഇങ്ങനെയൊക്കെയാണ് ഈ വീട്ടിൽ സാധാരണ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സെറ്റ് പിടിച്ച് മാറ്റുക, നമ്മൾ വിരിച്ചിട്ടിരിക്കുന്ന സെറ്റിയുടെ കവറൊക്കെ പിടിച്ച് താഴെ ഇടുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കുട്ടി ഇവിടെ സാധാരണ രീതിയിൽ ചെയ്യുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും അത് തൂക്കുമല്ലേ, തൂക്കട്ടെ, തൂത്ത് കഴിഞ്ഞ് ക്ഷീണിച്ച് കഴിഞ്ഞ് ഇത് ഇടുമല്ലോ, അന്നേരം എടുക്കാമെന്ന് ഞാനും കരുതി. അങ്ങനെ കുട്ടി അത് കഴിഞ്ഞിട്ട് അടുത്ത ജോലിയിലോട്ട് കടന്നിട്ടുണ്ട്. ഇനി തേങ്ങ തിരുക എന്നുള്ളതാണ് ഇന്നത്തെ ദൗത്യം. തേങ്ങ തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കറിക്കുള്ള തേങ്ങയെല്ലാം തിരുന്നതും ദക്ഷമാണ്. പിൽക്കാരൻ എന്തായാലും ഉടനെ അടുക്കള വിട്ടു പോകുന്ന ലക്ഷണമില്ല. അപ്പോൾ പിന്നെ ഞാൻ കരുതി ഇനി ഉച്ചക്കലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാമെന്ന്. ഇന്ന് നമുക്ക് ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചീര തോരൻ വെക്കാമെന്ന് കരുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ ഓൾറെഡി നാട്ടുമാങ്ങയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാട്ടുമാങ്ങ എന്ന് പഴുത്ത് വീഴാൻ തുടങ്ങിയോ അന്ന് തൊട്ട് ഇവിടെ മാമ്പഴപ്പുളിശ്ശേരിയുണ്ട്. അതുപോലെ തന്നെ ഇന്നും ഉണ്ട്. ഓരോ ഐറ്റം ഓരോ ആൾക്കാരായിട്ട് വെക്കുന്നത്. ഇപ്പം ഞാൻ തോരൻ വെക്കുന്നുണ്ട്, കിങ്ങിണി മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുന്നുണ്ട്, അമ്മ തേങ്ങ തിരുമുന്നുണ്ട്. അപ്പോഴേക്കും ദീക്ഷൻ്റെ അപ്പൂപ്പൻ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പൂപ്പൻ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാട്ടോ. അപ്പൂപ്പൻ പോയതിൻ്റെ കരച്ചിലായി ഇപ്പോൾ ഈ കാണുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് ആൾക്ക് നാണം വന്നിട്ടുണ്ട്. അങ്ങനെ കരച്ചിലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ പൊതുവേ വീട്ടിലുള്ള സമയത്ത് TV ഒക്കെ കണ്ട് സെറ്റിയിലിരുന്ന കേട്ടോ ചോറ് കഴിക്കുന്നത്. ഞങ്ങളങ്ങനെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ചോറ് കഴിക്കാറില്ല. മഴ പുറത്ത് നല്ല തകൃതിയായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ. മഴ മാത്രമല്ല, നല്ല ഇടിയും മിന്നലും ഒക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് സന്ധ്യ ആയപ്പോഴത്തേക്ക് നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും മഴ തീർന്നിട്ടില്ല, പുറത്ത് നല്ല തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് മൊത്തത്തിൽ മഴയിൽ പോയെന്ന് തന്നെ പറയാൻ പറ്റും. അപ്പം മഴയില്ലാത്തൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് ഞാൻ പിന്നെയും വരാം കേട്ടോ. ഓക്കെ, ബൈ.